ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഹെയർ പാക്കുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതായത് നമുക്ക് തലേദിവസം, അതായത് നാളെ എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ നമുക്ക് തലേദിവസം തന്നെ നമ്മുടെ തലയിലൊരു ഹെയർ പാക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു നല്ലൊരു പാക്കാണ് അത്. പിറ്റേന്ന് നമ്മുടെ തലമുടി നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്തായിട്ട് നന്നായിട്ട് കിടക്കാനൊക്കെ നമ്മളെ സഹായിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഏറ്റവും മെയിനായിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ പേരയിലയാണ്. ഈ പേരയില വെച്ചാണ് നമ്മൾ ഈ ഒരു പാക്ക് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം മിക്സിയുടെ ജാർ ഒന്ന് കഴുകിയിട്ട് വരാം. അതിലേക്ക് മിക്സി ജാർ കഴുകിയിട്ട് ഇത് കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് ഞുള്ളിയിടണം. അങ്ങനെ ഞാൻ കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് ഞുള്ളിയിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് അടിച്ചെടുക്കാം. അങ്ങനെ ഞാൻ ആ പാക്ക് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു ചിരട്ടയിലോട്ട് ഒഴിക്കാം. ഞാൻ ഈ ഒരു ചിരട്ടയിലോട്ടാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ ഞാൻ സംഭവം അടിച്ചുകൊണ്ട് കൊണ്ടുവന്നതാണ്. ഇതാണ്, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ എത്രത്തോളം. ഈ ഒരു രീതിയിൽ അരച്ചെടുത്ത് ഇത് നമുക്കിനി ചിരട്ടയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാവേ. ഒന്ന് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ഞാൻ പാക്ക് ഇതിൻ്റെ അകത്തോട്ട്, ചിരട്ടയുടെ അകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഉണ്ടാക്കിയിട്ട് വന്നിട്ട് ഒഴിച്ചു കൊടുത്തു. ഇതിനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് കൈവച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഏത് ഷാമ്പു ആണോ യൂസ് ചെയ്യുന്നത് ആ ഒരു ഷാമ്പു ഒരു 2 തുള്ളി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ എടുത്തേക്കുന്നത് ഹിമാലയയുടെ ആണ്. ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ആണ്. ടീ ട്രീ ഷാമ്പു ആണ് ആൻറ്റി ഡാൻഡ്രഫിൻ്റെ. അപ്പോൾ ഇത് ഒരു 2 തുള്ളി മതി നമുക്ക്. അങ്ങനെ ഞാൻ 2 തുള്ളി ഇട്ടിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയേ. ഒക്കെ കൈ വെച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തലയുടെ ചെടയൊക്കെ ഒന്ന് കളയണം. അങ്ങനെ ഞാൻ തലയിലെ ചെടയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുവാണ്. നമുക്ക് ഈ പാക്ക് തേക്കേണ്ടതുകൊണ്ട് ഓക്കെ. അങ്ങനെ ഞാൻ ചെടിയൊക്കെ കളഞ്ഞു. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു ഇച്ചിരി മുടി എടുക്കണേ. ഇച്ചിരി മുടി എടുക്കുകയാണ്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച പാക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാവേ. തലയിൽ ഇനി അപ്ലൈ ചെയ്യാം. ഇത് നമുക്ക് തലയിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് കാണാവേ. ഇതുപോലെ നമ്മൾ തലയിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണ്. തലയിലൊക്കെ അങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ ഒരു കുഞ്ഞൊരു മസാജ് കൊടുക്കണേ. നല്ലൊരു മസാജ് നമുക്ക് കൊടുക്കാം. ഒരു 10 to 15 മിനിറ്റ്സ് ഒക്കെ നമുക്ക് മസാജ് ചെയ്യാവേ. അങ്ങനെ മസാജ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തലയൊന്ന് ഉരുട്ടി കെട്ടി വെക്കാവേ. അങ്ങനെ ഉരുട്ടി കെട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്കൊരു 13 മിനിറ്റ്സ് വെക്കണം. തലയിൽ തന്നെ 13 മിനിറ്റ് ഇരിക്കണേ. 30 മിനിറ്റോളം
തലയിൽ തന്നെ ഈ പാക്ക് ഇരിക്കണം. എന്നിട്ട് നമുക്ക് തല കഴുകി കൊടുക്കാം. തല കഴുകുമ്പോൾ ഇനി ഇത് തല കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തല കൊണ്ടുപോയി കഴുകി തല വെള്ളമൊഴിച്ച് കഴുകി കളയുമ്പോൾ നമ്മൾ കുറച്ച് എണ്ണയും കൂടെ വെച്ച് കൊടുക്കണം. തല കഴുകിയിട്ട് നമ്മൾ കുറച്ച് എണ്ണയും കൂടെ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ചീപ്പ് വെച്ച് വേണം നമ്മൾ തല ഇങ്ങനെ ചീകി കൊടുക്കാൻ. കാരണം ആ ഒരു നമ്മൾ പേരയില വെച്ചാണല്ലോ ഈ സാധനം ചെയ്തത്. അപ്പോൾ പേരയില അരിച്ചതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പൊടികളൊക്കെ കാണുമായിരിക്കുമല്ലോ, ചെറിയ ചെറിയ ഇലയുടെ തരിപ്പൊക്കെ കാണും. അപ്പോൾ അതൊക്കെ നമ്മുടെ തലയിൽ നിന്ന് പോകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചീപ്പ് കൊണ്ടുപോയി ചീകുന്നത്. എന്നിട്ട് കുറച്ച് എണ്ണ വെച്ചാൽ മതി. തല കഴുകിയിട്ട് നന്നായിട്ട് ഉണക്കി കഴിയുമ്പോൾ പിറ്റേന്ന് നമുക്കിപ്പോൾ ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ നമ്മുടെ തലമുടി അന്ന് രാത്രി നമ്മൾ തലയൊക്കെ ഉണക്കി പിന്നിക്കിട്ട് വെച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് പിറ്റേന്ന് നേരത്തെ കഴിയുമ്പോൾ നമ്മുടെ മുടി ചെടയൊക്കെ കളഞ്ഞ് ചീകി കഴിയുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് ആയിരിക്കും നമ്മുടെ തലമുടിക്കൊക്കെ. നല്ലൊരു ഭംഗിയൊക്കെ ആയിട്ട് കിടക്കും നമ്മുടെ മുടി. കുറച്ച് വോളിയം വെച്ചതുപോലെയൊക്കെ തോന്നും. ഞാൻ ഇതിനു മുമ്പ് ഈ ഒരു പാക്ക് ഫസ്റ്റ് ടൈമായിട്ട് ഒരു തവണ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഞാനിത് ആഴ്ചയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തേക്കാൻ തുടങ്ങി. നല്ലൊരു പാക്ക്. എനിക്ക് ഈ ഒരു പാക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ഈ ഒരു പാക്ക്. അപ്പോൾ ഇനിയും വീഡിയോസായിട്ട് വരാൻ ബൈ ബൈ.